ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലുമേ യോഗ നിങ്ങൾ നടന്നത് കണ്ടായിരുന്നല്ലോ. ഇവിടെ മോഹൻലാൽ, സുരേഷ് ഗോപിയൊക്കെ പങ്കെടുത്ത യോഗ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇത് അങ്ങ് നോർത്ത് ഇന്ത്യയിൽ നടന്ന യോഗയാണേ. ഈ യോഗ നടന്നതിന് ശേഷമേ അവരവിടെ ഇരുന്ന് മാറ്റെല്ലാം കൂടി അടിച്ചോണ്ട് പോയി. എന്നിട്ട് ഈ മാറ്റെല്ലാം കൂടി ഇവർ എന്ത് ചെയ്യും, കൊണ്ടുപോയി റെന്റിന് കൊടുക്കും. ഫോർത്ത് ലാർജസ്റ്റ് എക്കോണമി, സീറോ സിവിക് സെൻസ്, രാജ്യത്തിന്റെ ഇന്റഗ്രിറ്റി ദേ കക്കൂസിൽ. മിക്കവാറും ഇതിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും കാശ് കൊടുത്തിട്ടൊക്കെ വന്നതായിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ആക്ച്വലി കാശും മദ്യവും കൊടുത്തിട്ട് വോട്ട് വരെ ഇടിയിപ്പിക്കുന്നത്. അപ്പൊ അവരുടെ സിവിക് സെൻസ് എത്ര ഉണ്ടെന്ന് നമുക്ക് ആലോചിക്കുന്നതേ ഉള്ളൂ. ലാർജസ്റ്റ് യോഗ മേറ്റ് ഫൈറ്റ് എന്ന് പറഞ്ഞ് ഗിന്നസ് ബുക്കിൽ ഇടം നേടാം. ഇതുപോലെ യോഗയും മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗ്യാതറിങ്സ് ഉണ്ടാക്കാതെ ആൾക്കാർക്ക് വിദ്യാഭ്യാസവും സിവിക് സെൻസും ഉണ്ടാക്കാനായിട്ടുള്ള സിസ്റ്റവും അല്ലെങ്കിൽ അതുപോലത്തെ സ്കൂളുകളോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെയാണ് കൂടുതൽ ഉണ്ടാക്കാനുള്ളത്. അത് ആൾക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്യണം. അതല്ലേ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത്. അല്ലാതെ നമ്മൾ ഫോർത്ത് ലാർജസ്റ്റ് എക്കോണമി എന്നൊക്കെ പറഞ്ഞ് തള്ളിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു രാജ്യത്തെ ജനങ്ങളുടെ പ്രവൃത്തി കാരണം അതേ രാജ്യത്തെ ജനങ്ങൾക്ക് ആ ചെയ്ത ആൾക്കാരോട്, അതേ രാജ്യത്തെ ജനങ്ങളോട് തന്നെ പുച്ഛവും സഹതാപവും വിഷമവും ഒക്കെ തോന്നുന്നത് ഇന്ത്യയിലുള്ള ജനങ്ങൾക്കായിരിക്കും കൂടുതൽ.